ഈ ഒരു സ്പീക്കറാണോ, ഇത് ഹർമാൻ്റെ ഓറ സ്റ്റുഡിയോ 4 എന്ന് പറഞ്ഞ സ്പീക്കറാണ്. ആക്ച്വലി ഈ ഒരു സ്പീക്കർ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ ബെസ്റ്റ് ബൈ എന്ന് സ്റ്റോർ ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഇലക്ട്രോണിക് ഐറ്റംസ്, ടി വി, സ്പീക്കേഴ്സ്, പിന്നെ ഗെയിമിംഗ് കൺസോൾസ് അങ്ങനെ സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്ന ഒരു സ്റ്റോറാണ്. അവിടെ ചെന്ന് ഇതുപോലെ എല്ലാ സാധനവും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനം ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ ചെന്ന് ഞാൻ ഇതിൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് വോയിസ് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത വഴി ഇതിൽ നിന്നൊരു ഒന്നൊരു സൗണ്ടുണ്ട്. ആ ബെസ്റ്റ് ബൈയിലുള്ള എല്ലാ വലിയൊരു സ്റ്റോറാണ് അത്. എല്ലാ ആൾക്കാരും ആ ഒരു സ്പോട്ടിലോട്ട് തിരിഞ്ഞു നോക്കി. അത്രയും സൗണ്ടുള്ള ഒരു സ്പീക്കറാണ്. വന്നു തുടങ്ങിയുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ സാധനം മേടിക്കണം എന്നുള്ളത്. ഇതിൻ്റെ ടെക്നിക്കൽ ഫീച്ചേഴ്സ് എനിക്കൊന്നും അറിയില്ല. ഇത് 360 ഡിഗ്രി സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടിയിൽ പറഞ്ഞ പോലെ ട്വീറ്ററുകളും ഒരു സബ് ബൂഫറും 6 ട്വീറ്റേഴ്സൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഇതിന് പല പല മോഡ്സ് ഉണ്ട്. ബാറ്ററി ഇല്ല എന്നുള്ളൊരു ഡ്രോബാക്ക് മാത്രമേ ഇതിനുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറഞ്ഞ പോലെ പോർട്ടബിളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല. ഒരു വീട്ടിലോ അല്ലെങ്കിൽ റൂമിലോ പാർട്ടി കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ മാരകമായിട്ടുള്ള സൗണ്ടാണ്. സിനിമയും അങ്ങനെ സാധനങ്ങളൊക്കെ കാണാനായിട്ട്. ഇത് പാട്ട് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു മൂവിയുടെ ട്രെയിലർ പ്ലേ ചെയ്ത് അതിൻ്റെ സൗണ്ട് കാണിക്കാം. അതിന് മുന്നേ ഇതിന് പറഞ്ഞ പോലെ ഇതൊരു ഡോം സ്ട്രക്ചറിലാണ് വരുന്നത്. ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും സാധനം വെച്ച് ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു ജമ്പ് ചെയ്യണ ഒരു ഇഫക്റ്റ് വരും ബാസ് കാരണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇത് മൊത്തം ഉണ്ടാക്കിയേക്കുന്നത്, ഈ ഒരു സാധനമൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് സസ്റ്റൈനബിൾ ആയിട്ട് മെറ്റീരിയൽസ് വെച്ചിട്ടാണ്, റീസൈക്ലബിൾ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് അവരതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ എന്താ ബ്ലൂടൂത്ത് 5.3 അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കൂടുതൽ ടെക്നിക്കൽ പരമായിട്ട് എനിക്ക് അതിനെ പറ്റി പറയാറില്ല. 360 ഡിഗ്രി സൗണ്ട്, പിന്നെന്താ ആംബിയൻ ലൈറ്റിംഗ്, പിന്നെ റീസൈക്കിൾ മെറ്റീരിയൽ ഞാൻ പറഞ്ഞ പോലെ. പിന്നെ മ്യൂസിക്കിനനുസരിച്ച് ഇതിൻ്റെ ഉള്ള ലൈറ്റ്സ് മാറി മാറി വരും. അത് ഇതിൻ്റെ കളേഴ്സ് നമുക്ക് ഇതിനടിച്ച് ഓറഞ്ച് ഉണ്ട്, പിന്നെ എന്താ പറയുക ബ്ലൂ ഉണ്ട്, പിന്നെ വേറൊരു കൈൻഡ് ഓഫ് ബ്ലൂ ഉണ്ട്. അങ്ങനെ കുറച്ച് കളേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സിനിമയുടെ ട്രെയിലർ ഫുൾ സൗണ്ടിൽ വെച്ചിട്ടുണ്ട്. ഒരു കുറച്ച് സമയം ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൗണ്ട് ഇതിൽ എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. എൻ്റെ മൈക്ക് ഇപ്പോൾ നോയിസ് ക്യാൻസലേഷനിലാണുള്ളത്. ഞാനൊന്ന് ഓഫ് ചെയ്തിട്ട് റെഗുലർ മോഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ആക്ച്വലി ഇത് ബെഡ്മേ ഇരിക്കുന്ന കാരണം ഇതിൻ്റെ സൗണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് താഴെ പോയിക്കാം. ഇതിൻ്റെ സൗണ്ട് എഫക്റ്റ് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല. എന്താ പറയുക, ഇന്ത്യയിൽ ഈ സാധനം അവൈലബിൾ ആണോന്നും എനിക്ക് ആണെന്ന് തോന്നുന്നു. മറ്റേ ആമസോണും കാര്യങ്ങളൊക്കെ കിട്ടായിരിക്കും. നാട്ടിലെനിക്ക് ഇതിന് ഓൾമോസ്റ്റ് ഒരു 35,000 to 40,000 റുപ്പീസാണ് ഇതിന് വില വരുന്നത്. ഇവിടെ നമ്മുടെ സെയിലിൽ വന്നപ്പോൾ എനിക്കിത് കിട്ടിയത് $360 നമ്മൾ മേടിച്ചത്. ഇതിൻ്റെ സൗണ്ട് കേൾപ്പിക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ നിന്ന് മിക്കവാറും എല്ലാവരും ഇറക്കി വിടും. കാരണം ഈ വീട് മൊത്തം കിടന്ന് കിടക്കും. അമ്മാതിരി സൗണ്ടാണിത്. ഓറ സ്റ്റുഡിയോ 4. പിന്നെ ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് ഡ്രോബാക്ക് വെച്ച് ബാക്കി യാതൊരു പ്രശ്നവും ഞാൻ ഈ സ്പീക്കറിൽ കാണുന്നില്ല. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് സംഭവം പൊളി സാധനമാണ്.